ക്വസ്റ്റ്യൻസ് ആണ് മക്കളെ. A+ ഉറപ്പിക്കാനായിട്ട് നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് സ്ഥിരമായിട്ട് ക്രിസ്മസ് പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോ കംപ്ലീറ്റ് കണ്ടാൽ മിസ് ഗ്യാരണ്ടി ആണ് 30 മാർക്ക് നിങ്ങൾക്ക് 40 വാങ്ങാനുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. വളരെ ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ആണ് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നേരെ ചോദ്യങ്ങളിലേക്ക് പോയാലോ. ആദ്യം തന്നെ ടൈപ്പ് ഓഫ് മസിൽസ്. പലതരം പേശികൾ ഇപ്പോഴും അറിയാത്ത കുറേ കുട്ടികളുണ്ട്, കൺഫ്യൂഷൻ വരുന്നവരുണ്ട്. അവർക്ക് മനസ്സിലാക്കി തരാനാണ് മിസ് ഈ ചോദ്യം നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഒബ്സർവ് ദ ഫിഗർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. ചിത്രങ്ങൾ തന്നിട്ടുണ്ട്, മനസ്സിലാക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. ഐഡന്റിഫൈ ദ മസിൽ ഇൻഡിക്കേറ്റഡ് ആസ് A, B and C. What are the features by which we can identify the muscle? അപ്പൊ ചിത്രം നിരീക്ഷിച്ച് ചോദ്യങ്ങൾ ഉത്തരം നൽകാനാണ്. എയും ബിയും സിയും പേശികൾ നമുക്ക് കണ്ടെത്താനുണ്ട്. അത് മാത്രമല്ല ഇവരെ എങ്ങനെ നമ്മൾ തിരിച്ചറിയും, അതിന്റെ ഫീച്ചേഴ്സ്, അതിന്റെ പ്രത്യേകതകളും കൂടെ നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് 3 തരം പേശികളാണുള്ളത്. ഒന്നാമത്തേത് സ്കെലിറ്റൽ മസിൽ അല്ലെങ്കിൽ അസ്ഥിപേശി. രണ്ടാമത്തേത് നമ്മുടെ മിനുസപേശി അല്ലെങ്കിൽ സ്മൂത്ത് നോൺ സ്ട്രൈറ്റഡ് ആയിട്ടുള്ള മസിലാണ്. അവിടെ എന്തില്ല, സ്ട്രയേഷൻസ് ഉണ്ടാവില്ല. മൂന്നാമത്തേത് കാർഡിയാക് മസിലാണ്, അതായത് ഹൃദയപേശി. ഇതാണ് നമ്മുടെ 3 തരത്തിലുള്ള മസിൽ നമ്മുടെ ശരീരത്തിൽ കാണുന്നത്. ഒന്നാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സ്ട്രയേറ്റഡ് അല്ലെങ്കിൽ സ്കെലിറ്റൽ മസിൽ. സ്കെലിറ്റൽ സിസ്റ്റത്തിൽ നമ്മുടെ അസ്ഥിയോട് ചേർന്ന് കാണുന്ന പേശികളാണിത് ഈ ഒരു മസിൽ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതിൽ സ്കെലിറ്റൽ മസിൽ എന്ന് പറയുന്നത്. അതുമാത്രമല്ല അതിന്റെ ഫിഗർ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, അതിന്റെ കുറുകെ ഇതുപോലെ സ്ട്രയേഷൻസ് എന്ന് പറഞ്ഞാൽ വരകൾ നമുക്ക് കാണാം. അതുകൊണ്ട് അതിനെ രേഖാങ്കിത പേശി എന്നും സ്കെലിറ്റൽ മസിൽ എന്നും സ്ട്രയേറ്റഡ് മസിൽ എന്നൊക്കെ നമ്മൾ പറയുന്നതാണ്. അപ്പൊ ഇനി അതിന്റെ പ്രത്യേകത ഒന്ന് ഞാൻ പറഞ്ഞു, അസ്ഥികളുമായി ചേർന്ന് കാണുന്നു, സ്കെലിറ്റൽ സിസ്റ്റത്തോട് ചേർന്ന്, നമ്മുടെ കയ്യിലെ എല്ലിനോട് ചേർന്ന്, കാലിലെ എല്ലിനോട് ചേർന്ന്, അങ്ങനെ എല്ലുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ മസിൽ കാണുക. രണ്ടാമത്തേത് സിലിണ്ടർ ആകൃതി. കണ്ടില്ലേ, ഇതുപോലെ ഒരു സിലിണ്ടർ ഷേപ്പിലാണ് ഈ ഒരു കോശം നമ്മൾ കാണുക. കുറുകെ നമുക്ക് വരകൾ, സ്ട്രയേഷൻസ് കാണാൻ പറ്റും. ഐച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്നു. ഇതാണ് അതിന്റെ പ്രധാന ഫങ്ഷൻസ്. എന്താണ്, വോളണ്ടറി മൂവ്മെന്റ്സ് ആണ് ഇത് പോസിബിൾ ആക്കുന്നത്. ഇനി രണ്ടാമത്തതിലേക്ക് വരുമ്പോഴോ സ്മൂത്ത് മസിൽ അല്ലെങ്കിൽ നോൺ സ്ട്രയേറ്റഡ് മസിൽ. സ്മൂത്ത് എന്ന് പറഞ്ഞാൽ ഓർക്കുക, മിസ്സിനെ പോലെ ഭയങ്കര സ്മൂത്ത് ആണ്, സ്വീറ്റ് ആയിട്ടുള്ള മസിലാണ് അല്ലെ. അതായത് ഈ ഷേപ്പ് നിങ്ങൾ നോക്കുക, അതിൽ ഇതുപോലെ വരകൾ കാണില്ല, വളരെ സ്മൂത്ത് ആണ് അവരുടെ സർഫസ് എന്ന് പറയുന്നത്. അതുമാത്രമല്ല ഇവരെ എവിടെ കാണുന്നു, സീൻ ഇൻ ഇന്റേണൽ ഓർഗൻസ്. നമ്മുടെ സ്റ്റൊമക്ക്, സ്മോൾ ഇന്റസ്റ്റൈൻ, നമ്മുടെ ആമാശയത്തിലും ചെറുകുടലിലും ഭിത്തിയിലും രക്തക്കുഴലിലൊക്കെയാണ് നമ്മൾ ഈ സ്മൂത്ത് മസിൽ കാണുന്നത്. അതുമാത്രമല്ല ഇവരുടെ ആകൃതി സ്പിൻഡിൽ ഷേപ്പാണ്. നിങ്ങൾ കണ്ടോ, ഇതുപോലെ സ്പിൻഡിൽ ആകൃതിയിലാണ് കാണുന്നത്. അതുകൊണ്ടാണ് നമ്മൾ മിനുസപേശി, രേഖാശൂന്യ പേശി, നോൺ സ്ട്രയേറ്റഡ് മസിൽ എന്ന് പറയുന്നത്. കാരണം സ്ട്രയേഷൻസ് ഇല്ലാത്തത് കൊണ്ട്, കുറുകെ വരകളില്ല, അനൈച്ഛിക ചലനങ്ങളാണ് ഇവർ സാധ്യമാക്കുന്നത്. ഫങ്ഷൻസ് എന്താണ്, നോൺ ഇൻവോളണ്ടറി മൂവ്മെന്റ്സ്, അനൈച്ഛിക ചലനങ്ങളാണ് സാധ്യമാക്കുന്നത്. മൂന്നാമത്തേത് കാർഡിയാക് മസിൽ അല്ലെങ്കിൽ ഹൃദയപേശി എന്ന് നമ്മൾ പറയും. ഈ ഹൃദയപേശിയുടെ പ്രത്യേകത നോക്ക്, ഇവിടെ നിങ്ങൾക്ക് കുറുകെ വരകൾ കാണാം അല്ലെ, സ്ട്രയേഷൻസ് കാണാം. മാത്രമല്ല ഇവർക്ക് ഇങ്ങനെ ശാഖകൾ തിരിഞ്ഞ് ബ്രാഞ്ചസും കാണാം, പല പല ബ്രാഞ്ചസ് ഉണ്ട്. ആൻഡ് ഇതെവിടെ കാണുന്നു, ഹൃദയഭിത്തിയിൽ, നമ്മുടെ ഹാർട്ടിലാണ് ഈ ഒരു പേശി കാണുക. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഹാർട്ട് മസിൽ അല്ലെങ്കിൽ ഹൃദയപേശി എന്ന് പറയുന്നത്. ശാഖകളായി പിരിഞ്ഞ് ഇതുപോലെ ബ്രാഞ്ചസ് ആയിട്ടാണ് കാണുന്നത്. കുറിയ വരകൾ നമുക്ക് കാണാം. അനൈച്ഛിക ചലനങ്ങളാണ് ഇതും സാധ്യമാക്കുക. നമ്മുടെ ഹാർട്ട് ബീറ്റ് ഒക്കെ നടത്തുന്നത് ഈ ഒരു മസിലാണ്. ഇത്രയാണ് ഇതിന്റെ ഫീച്ചർ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. അപ്പൊ ഓരോന്നും എവിടെ കാണുന്നു, കണ്ടോ, സ്മൂത്ത് മസിൽ, ഇത് ഹാർട്ട് മസിൽ, ഇത് നമ്മുടെ സ്കെലിറ്റൽ മസിൽ. അപ്പൊ ഓരോന്നിന്റെ ഫീച്ചർ പഠിച്ചല്ലോ. അപ്പൊ ഇതിന്റെ ഓരോ ഫീച്ചർ നിങ്ങൾക്ക് എഴുതാൻ പറ്റും, എക്സ്പ്ലെയിൻ ചെയ്യാനും പറ്റും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാവേ. ഡബിൾ ലെയേർഡ് പ്രൊട്ടക്റ്റീവ് മെംബ്രെയിൻ ഓഫ് ദ ലങ്സ് ഈസ് കോൾഡ്. നമ്മുടെ 3ാമത്തെ പാഠത്തിലെ ലങ്സുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ശ്വാസകോശത്തെ പൊതിഞ്ഞുള്ള ഇരട്ടസ്ഥലം 1 മാർക്കിന് ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാം. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്ലൂറൽ മെംബ്രെയിൻ എന്ന് പറയുന്നത്. പ്ലൂറൽ മെംബ്രെയിൻ അല്ലെങ്കിൽ പ്ലൂറൽ സ്തരം എന്ന് പറയാം. പ്ലൂറൽ സ്ഥലമാണ് നമ്മുടെ ശ്വാസകോശത്തെ പൊതിഞ്ഞിട്ടുള്ള ആ ഒരു ആവരണ സ്ഥലം. ഡാഷ് ഫ്ലൂയിഡ് പ്രിവെന്റ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ലങ്സ് ആൻഡ് വോൾസ് ഓഫ് thoracic cavity. ഈ ശ്വാസകോശത്തിലെ ഔരസാശയ ഭിത്തിയും തമ്മിലുള്ള ഘർഷണം കുറയ്ക്കാൻ അവിടെ ഒരു ദ്രവമുണ്ട്. അതിനെ നമ്മൾ പറയുന്നതാണ്, ഇതിന്റെ ഇടയിൽ ഒരു ദ്രവം കാണാം, അതിനെയാണ് നമ്മൾ പറയുന്നത് പ്ലൂറൽ ഫ്ലൂയിഡ്. പ്ലൂറൽ ഫ്ലൂയിഡ് അല്ലെങ്കിൽ പ്ലൂറൽ ദ്രവം. ഇത് നമ്മൾ കാണുന്നത് പ്ലൂറൽ സ്ഥലത്തിന്റെ ഇടയിലായിട്ടാണ്. റിബ്സ് റൈസ് ഡ്യൂ ടു ഡാഷ് ഓഫ് ഇന്റർകോസ്റ്റൽ മസിൽ. സ്ഥിരമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, 1 മാർക്കിന് പ്രതീക്ഷിക്കാം. നമ്മൾ ഉള്ളിലേക്ക്, മുകളിലേക്ക് നമ്മുടെ റിബ്സ് ഉയരുന്നു. അതിനുള്ള കാരണം ഇന്റർകോസ്റ്റൽ മസിൽ എന്ത് ചെയ്യുന്നു, കോൺട്രാക്ട് ചെയ്യുന്നത് മൂലമാണ്. ഇറ്റ് കോൺട്രാക്ട് അല്ലെങ്കിൽ സങ്കോചിക്കുന്നു.
ഇന്റർകോസ്റ്റൽ പേശികൾ സങ്കോചിക്കുമാണ് റിബ്സ് അവിടെ ഉയരുന്നത്. ഇന്റർകോസ്റ്റൽ പേശികൾ നിവരുമ്പോഴോ റിബ്സ് താഴുവാണ് ചെയ്യുന്നത്. അത് പഠിച്ചു വെക്കാം. കംപ്ലീറ്റ് ദ ടേബിൾ ഗിവൺ ഫോളോയിങ്. ഇൻസ്പിറേഷന്റെ സമയത്തും എക്സ്പിറേഷന്റെ സമയത്തും നിശ്വാസ സമയത്ത് എന്ത് സംഭവിക്കുന്നു എന്നാണ് ചോദ്യം. ഇൻസ്പിറേഷന്റെ സമയത്ത് കോൺട്രാക്ട് ആൻഡ് സ്ട്രെയിറ്റൻസ്, ഡയഫ്രം എന്ത് ചെയ്യുന്നു, കോൺട്രാക്ട് ആൻഡ് സ്ട്രെയിറ്റൻ ചെയ്യുന്നു. എക്സ്പിറേഷന്റെ സമയത്ത് റിലാക്സ് ചെയ്യുന്നു. റിബ്സ് ഉയരുന്നു, എക്സ്പിറേഷന്റെ സമയത്ത് ലോവർ താഴുന്നു. വോളിയം എന്ത് ചെയ്യുന്നു, ഇൻസ്പിറേഷന്റെ സമയത്ത് കൂടുന്നു, എക്സ്പിറേഷന്റെ സമയത്ത് കുറയുന്നു. ഉച്ഛ്വാസ സമയത്ത് ഡയഫ്രം സങ്കോചിക്കുകയും നിശ്വാസ സമയത്ത് പൂർവ്വസിദ്ധി പ്രാപിക്കുന്നു. വാരിയലുകൾ ഉച്ഛ്വാസ സമയത്ത് എന്ത് ചെയ്യുന്നു, ഉയരുന്നു, എക്സ്പിറേഷന്റെ സമയത്ത് താഴുന്നു. ഔരസാശയ വ്യാപ്തം കൂടുക. അപ്പൊ നിങ്ങൾ ഓർക്കുക, ഡയഫ്രം സങ്കോചിക്കുമ്പോൾ അവിടെ വാരിയലുകൾ ഉയരാണ്, വാരിയലുകൾ ഉയരുമ്പോൾ അവിടെ ഔരസാശയ വ്യാപ്തം കൂടുന്നു. അങ്ങനെ ഒന്ന് പഠിച്ചാൽ മറ്റേതിന് നിങ്ങൾക്ക് കണക്ട് ചെയ്ത് പഠിക്കാം. അടുത്തത് ഈച്ച് ഡാഷ് മോളിക്യൂൾ ക്യാൻ ക്യാരി 4 ഓക്സിജൻ മോളിക്യൂൾ. ഈ ചിത്രത്തിൽ കാണുന്നത് ആരെയാ, നമ്മുടെ ഹീമോഗ്ലോബിൻ ആണ്. ഹീമോഗ്ലോബിൻ. ഓരോ ഹീമോഗ്ലോബിൻ തന്മാത്രയ്ക്കും 4 ഓക്സിജൻ മോളിക്യൂളിനെ കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, അത് പഠിച്ചു വെക്കാം. ഇനി അടുത്തത് 4 മാർക്കിന്റെ ഒരു ചോദ്യമാണ്. ഇത് ഉറപ്പായിട്ട് ചാൻസ് ഉള്ളതാണ്. 4 മാർക്കിന് നിങ്ങൾ ഫസ്റ്റ് ടേമിൽ നിന്നും ക്വസ്റ്റ്യൻ വരും, ഉറപ്പാണ്. കാരണം 3 മാർക്കിൽ 2 എണ്ണമാണ് എഴുതേണ്ടത്. അതിൽ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ചിലപ്പോൾ ഫസ്റ്റ് ടേമിൽ നിന്ന് വരും. ഈ ചിത്രം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഐഡന്റിഫൈ സെൽ ഓർഗനൽ, ലേബൽ ദ പാർട്സ്, ഫ്ലൂയിഡ് പാർട്ട് ഇൻ ദിസ് ഓർഗനൽ ആൻഡ് പാർട്ട് ഇൻ വിച്ച് പിഗ്മെന്റ്സ് ആർ ഫൗണ്ട്. തന്നിരിക്കുന്ന കോശാംഗം ഏതാണെന്നാണ് ചോദ്യം. നമുക്കറിയാം ഇത് ഏതാണ്, ക്ലോറോപ്ലാസ്റ്റ് ആണ് അല്ലെ, നമ്മുടെ ഹരിതഗണമാണ്. ഇനി രണ്ടാമത്തേതോ, സൂചനകൾ അടിസ്ഥാനമാക്കി ഭാഗങ്ങൾ തിരിച്ചറിഞ്ഞ് പേരെഴുതി അടയാളപ്പെടുത്തണം. ഇത് പകർത്തി വരയ്ക്കണം. പകർത്തി വരച്ചാൽ നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടും. അങ്ങനെ പകർത്തി വരച്ചാൽ 1 മാർക്ക് കിട്ടി. ഇത് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്തു, ക്ലോറോപ്ലാസ്റ്റ്. അപ്പൊ നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടി. പിന്നെയോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഏതാണ്, ഈ കോശാംഗത്തിലെ ദ്രാവക ഭാഗം, ഫ്ലൂയിഡ് പാർട്ടിനെ നമ്മൾ പറയുന്നത് സ്ട്രോമ. അപ്പൊ 3 മാർക്ക് കിട്ടി. ഇനിയോ ഈ വർണ്ണകങ്ങൾ കാണപ്പെടുന്ന പിഗ്മെന്റ്സ് എവിടെ കാണപ്പെടുന്നത്, അത് ഗ്രാനയിലാണ്. അങ്ങനെ നിങ്ങൾക്ക് 4 മാർക്ക് കിട്ടി. ഇങ്ങനെ ഇതെല്ലാം എഴുതി ഭാഗങ്ങൾ അടയാളപ്പെടുത്തിയാൽ മാത്രമേ 4 മാർക്ക് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പൊ 4 മാർക്ക് ഇങ്ങനെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മേടിക്കാവുന്നതേ ഉള്ളൂ. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഒബ്സർവ് ദ ഫിഗർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. മസിൽസുമായി ബന്ധപ്പെട്ട തന്നെ ചോദ്യമാണ്. ഈ ഒരു ഫിഗർ തന്നിട്ടതാ. നെയിം ദ മസിൽ ഷോൺ ഇൻ ദ ഫിഗർ, ബോഡി പാർട്സ് വേർ ദിസ് മസിൽ പ്രസന്റ്, വാട്ട് ആർ ദ ക്യാരക്ടേഴ്സ്. ഈ മസിൽ ഏതാ നമുക്കറിയാലോ, മിനുസ പേശി അല്ലെങ്കിൽ മൃദുല പേശി. നമ്മൾ എന്ത് പറയും, സോഫ്റ്റ് അല്ലെ, സ്മൂത്ത് മസിൽ എന്ന് നമ്മൾ പറയും. അപ്പൊ നമുക്ക് പറയാം ഏതാ, സ്മൂത്ത് മസിൽ അല്ലെങ്കിൽ മൃദുല പേശി എന്ന് നമുക്ക് പറയാം. ഇനി ഈ പേശി ഏതെല്ലാം ശരീരഭാഗങ്ങളിൽ കാണുന്നു അതും നമ്മൾ പറഞ്ഞതാണ്. എവിടെയൊക്കെ കാണാം, ബ്ലഡ് വെസൽസ്, രക്തക്കുഴലുകളിൽ കാണാം. രക്തക്കുഴലുകള്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ചെറുകുടലില് കാണാം, ആമാശയ ഭിത്തി, സ്റ്റൊമക്ക്, അത് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഈ പേശിയുടെ സവിശേഷതകൾ എന്താ, അത് നമ്മൾ പറഞ്ഞിരുന്നു. സ്പിൻറ്റിൽ ഷേപ്പ് ആണ്. സ്പിൻറ്റിൽ ഷേപ്പ്, സ്പിൻറ്റിൽ ആകൃതിയിലാണ് കാണുന്നത് അല്ലേ. അതുപോലെ തന്നെ സ്പിൻറ്റിൽ ആകൃതി കാണുന്നു. മാത്രമല്ല എന്താണ്, അതില് നോ സ്ട്രയേഷൻസ്, കുറുകെ വരകളില്ല. ഇതിന്റെ കൂടെ തന്നെ ഇൻവോളണ്ടറി ആക്ഷൻസ്, അനൈച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്നതും കൂടെ ആഡ് ചെയ്താൽ 3 മാർക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് വാങ്ങാവുന്നതേ ഉള്ളൂ. അടുത്ത നോക്കുക, കറക്റ്റ് മിസ്റ്റേക്സ് ഇഫ് എനി ഇൻ ദ അണ്ടർലൈൻ പാർട്ട് ഓഫ് ഗിവൺ സ്റ്റേറ്റ്മെന്റ് ആണ്. നെഫ്രീഡിയ ആർ എക്സ്ക്രീറ്ററി ഓർഗൻസ് ഓഫ് ഇൻസെക്ട്സ്. തെറ്റല്ലേ, നെഫ്രീഡിയ ആർ എക്സ്ക്രീറ്ററി ഓർഗൻസ് ഓഫ് എർത്ത് വേം ആണ്. മണ്ണിരയാക്കി അത് മാറ്റണം. പിന്നെ കോൺട്രാക്റ്റൈൽ വാക്യൂൾസ് ആർ എക്സ്ക്രീറ്ററി ഓർഗൻസ് ഓഫ് അമീബ. അമീബയുടെ എക്സ്ക്രീറ്ററി ഓർഗൻ എന്ന് പറയുന്നത് കോൺട്രാക്റ്റൈൽ വാക്യൂൾ ആണ് അല്ലെ. ഇനി എക്സസ് വാട്ടറിംഗ് ഗ്രാസസ് ആർ എലിമിനേറ്റഡ് ത്രൂ സ്മോൾ പോട്ട് പ്രസന്റ് അറ്റ് ദ ടിപ്പ് ഓഫ് ലീവ്സ് കോൾഡ് ഹൈഡത്തോഡ്. അതും ശരിയാണ്. യൂറിയ ഇസ് ദ മെയിൻ എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റ് ഓഫ് റെപ്റ്റൈൽസ് ആൻഡ് ബേർഡ്സ്. ആണോ? അല്ല. അത് നമ്മൾ പറയുന്നത് യൂറിക് ആസിഡ് ആണ്. യൂറിക് ആസിഡ് ആണ്. അപ്പൊ അതെന്ത് ചെയ്യുക, തെറ്റ് തിരുത്തിയിട്ട് മാറ്റി എഴുതുക. ഇനി കംപ്ലീറ്റ് ദ ഫോളോയിങ് ഇല്ലസ്ട്രേഷൻ ബേസ്ഡ് ഓൺ ദ ഗിവൺ ഹിൻസ്. നമ്മൾ ഈ ഒരു മൂവ്മെന്റ് പഠിക്കുന്നതാണ്, ചലനങ്ങൾ. അപ്പൊ നോക്കിക്കേ, ക്ലൈംബേഴ്സ് ഗ്രോ ടുവേർഡ്സ് അറൌണ്ട് ആൻഡ് സപ്പോർട്ട്, പോളൻ ട്യൂബ് ഗ്രോ ടുവേർഡ്സ് ദ ഓവ്യറി. 2 തന്നിട്ടുണ്ട്. അതിൽ സ്റ്റിമുലൈ എഴുതണം, മൂവ്മെന്റ്സ് എഴുതണം. അപ്പൊ ക്ലൈംബേഴ്സ് കയറി പോകുന്ന വള്ളിച്ചെടി താങ്ങിൽ ചുറ്റി വളരുന്നതിനെ നമ്മൾ പറയുന്നത് അതിൽ സ്റ്റിമുലൈ ടച്ച് ആണ്, സ്പർശമാണ്. അവിടത്തെ ട്രോപ്പിസം ഏതാണ്, ഹാപ്റ്റോട്രോപ്പിസം നമ്മൾ പറയും. ഇനി രണ്ടാമത്തേത് പോളൻ ട്യൂബ് ആണ്. പരാഗനാളി അണ്ടാശയത്തിലേക്ക് പോകുന്നതിനെ പ്രസൻസ് ഓഫ് കെമിക്കൽസ് ആണ് അവിടുത്തെ സ്റ്റിമുലസ്. അതിനെ നമ്മൾ രാസവസ്തുക്കളുടെ സാന്നിധ്യം കൊണ്ടാണ് അത് ചലിക്കുന്നത്. അവിടുത്തെ ആ ഒരു ട്രോപ്പിക്കൽ മൂവ്മെന്റിനെ നമ്മൾ പറയുന്നത് കീമോട്രോപ്പിസം അല്ലെങ്കിൽ രാസട്രോപ്പിക് ചലനമാണ്. ട്രോപ്പിക്കൽ മൂവ്മെന്റ്സ് എന്തായാലും തന്നെ പഠിച്ചു വെക്കാം. അടുത്തത് കംപ്ലീറ്റ് ദ ഫോളോയിങ് ടേബിൾ. കണ്ടോ, ഇങ്ങനെ എക്സ്ക്രീറ്ററി ഓർഗൻസിന്റെ ഒരു ചോദ്യം ഉറപ്പായിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കണം. അമീബ എക്സ്ക്രീറ്ററി ഓർഗൻ കോൺട്രാക്റ്റൈൽ വാക്യൂൾ ആണ്.
അതിന് സ്പെസിഫിക് ഓർഗൻ ഇല്ല എന്ന് നമുക്ക് പറയാം, പക്ഷേ കോൺട്രാക്റ്റൈൽ വാക്യൂൾ എന്ന് പറയാം. അമോണിയ ആൻഡ് എക്സസ് വാട്ടർ ആണ് അവിടുത്തെ വേസ്റ്റ്. മത്സ്യത്തിൽ നമ്മൾ പറഞ്ഞതാണ് കിഡ്നീസ് ആണ്, പിന്നെ അമോണിയ ആണ് അവിടുത്തെയും എക്സ്ക്രീറ്ററി മെറ്റീരിയൽ. തവള, ഫ്രോഗ് നമ്മൾ പറയുന്നു അവരുടെ എക്സ്ക്രീറ്ററി ഓർഗൻ കിഡ്നി അല്ലെങ്കിൽ വൃക്കയാണ്. അവിടെ വേസ്റ്റ് ആയിട്ട് വരുന്ന ഏതാണ്? യൂറിയ ആണ്. അതുപോലെ മണ്ണിര നെഫ്രീഡി ആണ്, അവിടുത്തെ വേസ്റ്റ് യൂറിയ, അമോണിയ, വാട്ടർ ആണ്. അപ്പം എക്സ്ക്രീറ്ററി ഓർഗൻസ് എന്തായാലും തന്നെ പഠിച്ചു വെക്കാം. ഇനി അടുത്ത ചോദ്യം ഇതാ, നമ്പർ എണ്ണങ്ങൾ പഠിച്ചു വെക്കണം. സെലക്ട് കറക്റ്റ് പെയർസ് റിലേറ്റഡ് ടു ആക്സിയൽ സ്കെലറ്റൽ. സ്കള്ളിൽ 29, സ്റ്റേർണം 2, റിബ്സ് 24, വെർട്ടിബ്രൽ കോളം 30 തന്നിട്ടുണ്ട്. ഇതിൽ കറക്റ്റ് പെയറിൽ വരുന്നത് ഏതാണെന്നാണ്? സ്റ്റേർണം 1 ഉള്ളൂ, അത് തെറ്റാണ്. റിബ്സ് 24 കറക്റ്റ് ആണ്. സ്കള്ള് 29. ഓക്കെ, അപ്പം കറക്റ്റ് ആയിട്ട് എണ്ണം നിങ്ങൾ പഠിക്കണം. ആക്സിയൽ സ്കെൽട്ടലിലാണ് ഏതൊക്കെ വരുന്നത്? സ്കള്ളും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റേർണം, റിബ്സ്, വെർട്ടിബ്രൽ കോളം വരുന്നത്. കറക്റ്റ് എണ്ണം എന്തായാലും തന്നെ പഠിച്ചു വെക്കുക. അപ്പം നന്നായിട്ട് തന്നെ എക്സാമിന് ഓൾ ദി ബെസ്റ്റ് ആയിട്ട് നല്ല നിങ്ങളുടെ ബെസ്റ്റ് തന്നെ നിങ്ങൾ കാഴ്ചവെക്കണം. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും വീഡിയോസ് എന്ത് ചെയ്യാൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സോ സീ യു സൂൺ ഇൻ ദി നെക്സ്റ്റ് ക്ലാസ്. ബൈ.